ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായ ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി എടുത്തതാണ്. ഇനി നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞെടുക്കണം. ഇതാ ഞാനിപ്പോൾ ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഈ ഡേറ്റ്സ് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൽ നല്ല പോലെ അരച്ചെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇത് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയ്യേണ്ട, 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതിയേ. ഇതിപ്പം ഡേറ്റ്സ് മൊത്തം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാനാണ്. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ കളറൊന്ന് ചേഞ്ചായി വരാൻ തുടങ്ങുക. ഇതിപ്പോൾ ഇതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് തുടർച്ചയായി കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3/4 കപ്പ് സാധാ പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തുടർച്ചയായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായി തിളച്ച് വരും. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ആ ഡേറ്റ്സും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. കുറച്ച് സമയം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും, നല്ല വരട്ടിയതുപോലെ ആയി കിട്ടുക. ഈ സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. ഇനി 250 കപ്പിന് 1 കപ്പ് മൈദപ്പൊടി അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത ആ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. കുറേ സമയം ഇട്ട് അടിക്കണ്ടേ. ഇനി ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഡേറ്റ്സും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഡേറ്റ്സ് മൊത്തം ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഡേറ്റ്സ് എല്ലാം ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ടേ, കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ.
ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്ററി ഈ കേക്ക് ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കാഷ്യൂ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് തുറന്നതിന് ശേഷം ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ 25 മിനിറ്റ് വെച്ച് കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റും ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റിയായ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാറി വരട്ടെ. ഇപ്പം കേക്കെല്ലാം നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കണം. ആദ്യം ഈ കേക്കിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒരു കത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് കമിഴ്ത്തി വെച്ച് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മളെ കേക്കെല്ലാം ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.